സ്വാഗതം എല്ലാവർക്കും വളരെ പ്രധാനപ്പെട്ട ഒരു സൈക്കോളജി ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷനിലേക്ക്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും അത് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കി നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളൊക്കെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം കൃത്യമായിട്ട് അറിയാത്ത കാര്യങ്ങളൊക്കെ, അതായത് റിവിഷൻ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അറിയാത്ത കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അത് അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് അടക്കം എന്ത് ചെയ്യുക, റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ക്ലിയർ? പീരിയോഡിക് ആയിട്ട് അത് ഒരു കൃത്യ ഇടവേളകൾ വെച്ചുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, ആ കാര്യങ്ങളൊക്കെ വായിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മളത് മറന്നു പോകും. ഇനി ഫ്രഷ് ആയിട്ട് പഠിക്കുന്നവരാണെങ്കിൽ അറിയാത്ത ചോദ്യങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ തന്നെ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം എന്നുള്ള കാര്യം കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഓരോ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, നിങ്ങൾ ഓരോ ക്വസ്റ്റ്യൻ കാണുമ്പോഴും എന്ത് ചെയ്യണം, സ്വന്തമായിട്ട് ആൻസറിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ നിങ്ങളത് നോക്കണം, അങ്ങനെ ശ്രമിക്കണം. എന്നിട്ട് മാത്രം ആൻസർ ഞാൻ പറയുന്നത് കൃത്യമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, എന്തായാലും അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ വേണ്ടിയിട്ട് സുഖമായിട്ട് പറ്റും. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ചുവടെ നൽകിയിരിക്കുന്ന പഠനവക്രം സൂചിപ്പിക്കുന്നത് എന്ത് എന്നാണ് ചോദിച്ചത്. ദ ലേണിംഗ് കർവ് ഗിവൺ ബിലോ ഇൻഡിക്കേറ്റ്സ്. അപ്പോൾ ലേണിംഗ് കർവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ലേണിംഗ് കർവ് അഥവാ പഠനവക്രം എന്ന് പറയുന്ന സാധനം. അത് നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. നമ്മുടെ കേട്ടറ്റ് ക്ലാസിന്റെ നമ്മുടെ പ്ലേലിസ്റ്റ് നമ്മൾ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതിൽ എന്തുണ്ട്, ഈ ഒരു ടോപ്പിക് വരുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അതൊന്ന് ചെയ്ത് നോക്കുക. ക്ലിയർ? അപ്പോൾ ഒരു ടോപ്പിക് കിട്ടി, ലേണിംഗ് കർവ് നിങ്ങൾ എന്തായാലും ഇന്ന് പഠിക്കേണ്ട ഒരു കാര്യമാണ് എന്നുള്ളത് പറയുകയാണ്. ഫസ്റ്റ് ടോപ്പിക് ഇതാണ് നിങ്ങൾ ഇന്ന് പഠിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുക, നിങ്ങൾ ഈ തന്നിരിക്കുന്നതിൽ പഠനവക്രം സൂചിപ്പിക്കുന്നത് എന്തിനാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾ നോക്കിയേ, ആ ലേണിംഗ് കർവ് പറയുമ്പോൾ തന്നെ നമ്മൾ ഒരുപാട് ടൈപ്പ് അതിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. അപ്പോൾ അതിൽ സ്ട്രെയിറ്റ് ലൈനായിട്ട് പോകുന്ന ഒരു കാര്യമാണ് ഇത് തന്നിട്ടുള്ളത്. നോക്കിയേ, ഇവിടെ നമുക്ക് ടൈം അല്ലെങ്കിൽ സമയം തന്നിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, വൈ ആക്സിസിൽ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്, പഠനത്തിന്റെ തോത് അല്ലെങ്കിൽ റേറ്റ് ഓഫ് ലേണിംഗ് തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഓപ്ഷൻ ഒന്നും ആവശ്യമില്ല, ഇത് കണ്ടാൽ തന്നെ മനസ്സിലാവും. നോക്കിയേ, നമ്മളിങ്ങനെ നോക്കിയാൽ ഇവിടെ ഇങ്ങനെ ടൈം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയുള്ള ഇങ്ങോട്ട് ചെയ്യുക അല്ലെ. നമ്മൾ നമ്പർ ലൈൻ ഒക്കെ പഠിച്ചവരായിരിക്കും. ഇങ്ങനെ ഇങ്ങോട്ട് പോകുന്നതോറും എന്തായിരിക്കും, ടൈം കൂടി വരും അല്ലെ. മേലോട്ട് പോകുന്നതോറും എന്തായിരിക്കും, പഠനത്തിന്റെ തോതും അതിനനുസരിച്ച് കൂടുന്ന രീതിയിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഗ്രാഫിക് റെപ്രസെന്റേഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ നിങ്ങൾ നോക്കുക, ടൈം ഇവിടെ കൂടുന്ന ടൈം കൂടുമ്പോൾ നേരെ എൻ്റെ ലൈൻ ഇങ്ങോട്ട് പോയി. അതേ സമയത്ത് തന്നെയായിരിക്കും പഠനത്തിന്റെ തോത് നോക്കിയതാ ഇവിടുന്ന് നേരെ മേലോട്ട് എത്തി കൂടി. ഇനി കുറച്ചും കൂടി ഇങ്ങോട്ട് ടൈം കൂടിയതുകൊണ്ടാണ് നമ്മുടെ പഠനം ഈ ഒരു വക്രം ഇങ്ങോട്ട് എത്തിയത്. അതിനനുസരിച്ച് എന്ത് ചെയ്ത് നോക്കിയാൽ ടൈം പഠനത്തിന്റെ തോതും കൂടുന്നുണ്ട്. അങ്ങനെ സമയം കൂടുന്നതിന് അനുസരിച്ച് പഠനത്തിന്റെ തോതും കൂടി വരില്ല. ഇവിടെ ചെയ്യുന്നത് നോക്കിയതാ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഓപ്ഷൻ വായിച്ച് നോക്കിയാൽ വളരെ എളുപ്പത്തിൽ കിട്ടും. നോക്കിയാൽ പഠനത്തിന്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു. The progress of learning is increasing continuously. അടുത്തത്, പഠന പുരോഗതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു അല്ലെങ്കിൽ progress of learning decreases. പഠന പുരോഗതി സ്ഥിരമാണ്, അതാണ് അടുത്ത ഓപ്ഷൻ തന്നിട്ടുള്ളത്. അല്ലെങ്കിൽ എന്താണ്, പ്രോഗ്രസ് ഓഫ് ലേണിംഗ് ഇസ് കോൺസ്റ്റന്റ്. ആൻഡ് ഓപ്ഷൻ ഡി, പഠന പുരോഗതി ആദ്യം കുറയുകയും പിന്നീട് കൂടുകയും ചെയ്യുന്നു അല്ലെ. പ്രോഗ്രസ് ഓഫ് ലേണിംഗ് ഡിക്രീസസ് അറ്റ് ദ ബിഗിനിങ് ആൻഡ് ദെൻ ഇൻക്രീസസ്. അപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണ്, സമയം കൂടുന്നതിനനുസരിച്ച് പഠനത്തിന്റെ തോതും കൂടി വരുവാണ് അല്ലെ, കൂടി വരുവാണ്. അപ്പൊ നമ്മൾ ആൻസർ എന്തായിരിക്കും, വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇവിടെ പറയാൻ പറ്റും. ഓപ്ഷൻ എ ആണ്. എന്താണ് ഓപ്ഷൻ എ? നോക്കിയേ, പഠനത്തിന്റെ പുരോഗതി തുടർച്ചയായി കൂടിക്കൊണ്ടിരിക്കുന്നു. അത്രയേ ഉള്ളൂ. പഠനത്തിന്റെ പുരോഗതി എന്താണ്, കൂടിക്കൊണ്ടിരിക്കുന്നു എന്നാണ് നമുക്ക് ഇവിടുന്ന് പറയാൻ പറ്റും അല്ലെ. കൂടിക്കൊണ്ടിരിക്കുകയാണ്, സമയം കൂടുന്നതനുസരിച്ചിട്ട് പഠന പുരോഗതിയും കൂടുന്നുണ്ട്. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ വേറെ രീതിയിലൊക്കെ ഗ്രാഫ് കാണുക. ഇങ്ങനെയാണെങ്കിൽ ഇവിടെ ടൈം തന്നിട്ടുണ്ടാവും, ഇവിടെ പഠനത്തിന്റെ പുരോഗതി പിന്നെ റേറ്റ് ഓഫ് ലേണിംഗ് തന്നിട്ടുണ്ടാവും. ചിലത് ഇങ്ങനെയൊക്കെ പോകും. അതായത് സമയം ഇങ്ങനെ കൂടുന്നുണ്ടാവും, പക്ഷെ പഠനത്തിൽ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. എപ്പോഴും ഒരുപോലെ ഓക്കെ, ഇങ്ങനെ പോകുന്നൊക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടെ പിന്നീട് പറയാം. ഓക്കെ, അടുത്ത ഒരു ക്വസ്റ്റിലേക്ക് വരാം. സെക്കൻഡ് ക്വസ്റ്റിലേക്ക് വരാം. വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വ ഘടന, മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിലുള്ളതാണ് എന്നാണ് ചോദിച്ചത്. ഇൻ വിച്ച് സൈക്കോളജിക്കൽ അപ്രോച്ച് ഡസ് ദ ഫോളോയിങ് ബിലോങ്സ് ടു. ഏതിലാന്ന് വരുക? അതായത് ഇവിടെ പറയുന്നുണ്ട്, ഒന്ന് പേഴ്സണാലിറ്റി ഡൈനാമിക്സ്, സ്ട്രക്ചർ ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് സൈക്കോ സെക്ഷൽ സ്റ്റേജസ്. ഈ പറഞ്ഞ 3 കാര്യങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വത്തിന്റെ ഈ പറഞ്ഞിട്ടുള്ള ചലനാത്മകത, വ്യക്തിത്വത്തിന്റെ ഘടന, മനോലൈംഗിക വികാസം സങ്കല്പങ്ങൾ എന്നിവ ഏത് മനഃശാസ്ത്ര സമീപനത്തിൽ ഉള്ളതാണെന്നാണ് ചോദിച്ചത്. നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ പറയാൻ പറ്റും, എല്ലാവർക്കും അറിയുന്നതാണ്. ഓപ്ഷൻ നോക്കിയേ, സവിശേഷക സമീപനം അല്ലെങ്കിൽ ട്രൈറ്റ് അപ്രോച്ച്. ഓരോന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മനോവിശ്ലേഷണ സമീപനം, സൈക്കോ അനാലിസിസ് അപ്രോച്ച്. ഗസ്റ്റാൾട്ട് സമീപനം, പിന്നെയോ മാനവികതാ സമീപനം അല്ലെങ്കിൽ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്. ഇതിൽ ഏതിലാണ് ഇത് വരിക? ഒന്ന് ആലോചിച്ച് നോക്കിയേ. സവിശേഷത സമീപനം, നിങ്ങൾ ട്രൈറ്റിനെ കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട്. അതിൽ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട ട്രൈറ്റ് അപ്രോച്ച് ഒക്കെ നിങ്ങൾ പഠിച്ചതാണ്. അത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അല്ലെ. കാർഡിനൽ ട്രൈറ്റ്, സെൻട്രൽ ട്രൈറ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ നോക്കിയേ, ഗസ്റ്റാൾട്ടിന്റെ സമീപനം, ഗസ്റ്റാൾട്ട് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലൊന്നും ഇങ്ങനത്തെ കാര്യങ്ങൾ കടന്നു വന്നിട്ടുണ്ടാവില്ല. പിന്നെ ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച് ആണ്.
അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇവിടെ വരുന്ന ഏതാണ് മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനാലിസിസ് അപ്രോച്ചിലാണ് ഈ ഒരു കാര്യങ്ങളൊക്കെ വരിക. വ്യക്തിത്വത്തിന്റെ ചലനാത്മകത, വ്യക്തിത്വത്തിന്റെ ഘടന, അതുപോലെ തന്നെ മനോലൈംഗിക വികാസ സങ്കല്പങ്ങൾ, അതൊക്കെ നമ്മൾ ഏതിലാണ് പഠിച്ചിട്ടുള്ളത്? ഓപ്ഷൻ ബി ആയിട്ടുള്ള ഏതിലാണ്? ഓപ്ഷൻ ബി ആയിട്ടുള്ള മനോവിശ്ലേഷണ സമീപനം അഥവാ സൈക്കോ അനാലിസിസ് അപ്രോച്ച്. അടുത്ത ക്വസ്റ്റ്യൻ, തേർഡ് ക്വസ്റ്റ്യൻ, ചുവടെ നൽകിയിരിക്കുന്നവയിൽ പ്രക്ഷേപണ രീതി ഏത്? കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞാണ് വിച്ച് among the following is a projective method. തന്നിരിക്കുന്നവയിൽ ഒരെണ്ണം പ്രൊജക്റ്റീവ് മെത്തേഡ് ആണ്. പേഴ്സണാലിറ്റിയുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കുന്നതാണ് പ്രൊജക്റ്റീവ് മെത്തേഡ്സ് ഒക്കെ. അപ്പോൾ അതിൽ തന്നിരിക്കുന്നവയിൽ ഏതാണ് ഈ പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻസ് വാക്യപൂരണ പരീക്ഷ അല്ലെങ്കിൽ സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്, പിന്നെയോ സോഷ്യോഗ്രാം, പിന്നെന്താണ് ചെക്ക് ലിസ്റ്റ്, അതുപോലെ തന്നെ ചോദ്യാവലി അഥവാ ക്വസ്റ്റ്നെയർ. അപ്പോൾ ഇതിൽ ഏതാണ് നമുക്ക് ഈ പറയുന്ന പ്രക്ഷേപണ രീതിയായിട്ട് പറയാൻ പറ്റുമെന്നാണ് ചോദിച്ചത്. പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചത് അല്ലേ? പ്രക്ഷേപണ രീതിക്ക് ഉദാഹരണം ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആൻസർ ഇവിടെ ഏതാണ് പറയാൻ പറ്റുമോ? ഏതാ പറയാൻ പറ്റുമോ? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? സംശയമൊന്നും വേണ്ട. സെന്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് അഥവാ വാക്യ പൂരണ പരീക്ഷ എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്നവയിൽ നമുക്ക് പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് ടെക്നിക്സ് അല്ലെങ്കിൽ മെത്തേഡ് ആയിട്ട് പറയാൻ പറ്റുമോ? അടുത്ത ക്വസ്റ്റിലേക്ക് വരാം. നോക്കിയതാ ചുവടെ നൽകിയിരിക്കുന്നവയിൽ കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണ് എന്നാണ് ചോദിച്ചത്. വിച്ച് among the following are the characteristics of a hearing impaired child? കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷത. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇവിടെ ഏതിനെ കുറിച്ചാണ് പറയുന്നത്? ആ കുട്ടിയുടെ ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എങ്ങനെയാണ്? ഇവിടെ കുട്ടികളുടെ ബുദ്ധിമുട്ട്, കുട്ടി നേരിടുന്ന ബുദ്ധിമുട്ട് ഏതാണെന്ന് മനസ്സിലാക്കിയതാ. കേൾവിക്കുറവാണ് ഉദ്ദേശിക്കുന്നത്. ഇനി അത് മനസ്സിലാക്കിക്കൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യണം? ഓപ്ഷൻസ് അല്ലെങ്കിൽ അവിടെ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെ ഒന്ന് വായിച്ചു നോക്കുക. അപ്പോൾ വളരെ പെട്ടെന്ന് കിട്ടും. നോക്കാം നമുക്ക്. കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതയാണ്. സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ് ചോദിച്ചത്. 1, അശ്രദ്ധമായി ഇരിക്കുന്നു അല്ലെങ്കിൽ സിറ്റ് വിത്തൗട്ട് അറ്റൻഷൻ അല്ലേ? 2, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല, ഡു നോട്ട് റെസ്പോണ്ട് ടു ക്വസ്റ്റ്യൻസ് ഓഫ് അതേഴ്സ്. സംസാരിക്കുന്ന ആൾക്കാരുടെ ചുണ്ടിന്റെ ചലനം നിരീക്ഷിക്കുന്നു, ഒബ്സർവ്സ് ദി ലിപ് മൂവ്മെന്റ് ഓഫ് പീപ്പിൾ അല്ലേ? അപ്പോൾ ഇതിൽ ഏതായിരിക്കും നമുക്ക് പറയാൻ പറ്റുമോ? അല്ലെങ്കിൽ ഒന്നാണോ അല്ലെങ്കിൽ ഒന്നിലധികം ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ പിന്നീട് ABCD ഓപ്ഷൻസ് നോക്കുക. നോക്കിയേ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആണ് 1 ഉം 2 അല്ലെ? 1 and 2, പിന്നെ എന്താണ് 2 and 3, പിന്നെ 1, 2 and 3, അതുപോലെ 3 ഓൺലി, ഇങ്ങനെയൊക്കെയാണ് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ എന്താണ് നമുക്ക് ഒന്നാവാം അല്ലെങ്കിൽ ഒന്നിലധികം ആവാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് താഴ്ന്ന മേലോട്ട് വരാം. സംസാരിക്കുന്ന ആൾക്കാരുടെ ചുണ്ടിന്റെ ചലനം നിരീക്ഷിക്കുന്നു അല്ലെ? കേൾവി കുറവ് നേരിടുന്ന അല്ലെങ്കിൽ കേൾവി പരിമിതി നേരിടുന്ന ഒരാളാണെങ്കിൽ, ഒരു കുട്ടി ആരായാലും, നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ ലിപ്പ് മൂവ്മെന്റ് അല്ലെങ്കിൽ ചുണ്ടിന്റെ ആ ഒരു ചലനം കുട്ടി കൃത്യമായി ശ്രദ്ധിക്കും അല്ലെ? അതിനനുസരിച്ചായിരിക്കും അവർ കാര്യങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഉറപ്പായിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതെന്തായാലും വരും. നെക്സ്റ്റ്, മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കുന്നില്ല. പലതരത്തിൽ ആളുകൾ പലതും ചോദിച്ചാൽ കുട്ടിക്ക് അത് ചിലപ്പോൾ കേൾക്കണമെന്നില്ല. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നില്ല? സ്പോട്ടിൽ റിയാക്ട് ചെയ്യണമെന്നില്ല, പ്രതികരിക്കണമെന്നില്ല അല്ലെ? റെസ്പോണ്ട് ചെയ്യണമെന്നില്ല. അപ്പോൾ ഇതും ശരിയാണ്. ഇനി നിങ്ങൾ അടുത്ത് നോക്കിയ അശ്രദ്ധമായി ഇരിക്കുന്നു. കേൾവിക്കുറവുള്ള കുട്ടിയുടെ സവിശേഷതകൾ എന്തെല്ലാമാണെന്നാണ്? സിറ്റ് വിത്തൗട്ട് അറ്റൻഷൻ, അശ്രദ്ധമായി ഇരിക്കുന്നു. പൊതുവെ ഇങ്ങനെയുള്ള കുട്ടികൾ നമ്മൾ ഈ തരത്തിലും കാണാറുണ്ട്. എന്താണ്? കുട്ടി എപ്പോഴും ഒരു അറ്റൻഷൻ ഉണ്ടാവില്ല, വിത്തൗട്ട് അറ്റൻഷൻ ആയിരിക്കും കുട്ടി ഉണ്ടാവുക. കാരണം ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊന്നും അവന് മനസ്സിലാവുന്നില്ല, എന്തൊക്കെയാണ് അവിടെ സംസാരിക്കുന്നുണ്ടെന്നൊന്നും അറിയുന്നില്ല. അപ്പൊ അവന്റെ മെന്റാലിറ്റി അനുസരിച്ച് അവൻ ചിലപ്പോൾ എന്തായിരിക്കും? അശ്രദ്ധമായിട്ടൊക്കെ ഇരുന്നേക്കാം. അപ്പൊ ഇത് അതിൽ ഉൾപ്പെടുത്താൻ പറ്റും. ഓക്കെ, സവിശേഷതയായിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കണം, തെറ്റാൻ പാടില്ല. നമ്മൾ ചിലപ്പോൾ അറിയാതെ 2 and 3 എന്ന് മാത്രം പറഞ്ഞു പോകും. ആൻസർ വരുന്നത് 3 വരും കേട്ടോ. ആൻസർ പിന്നെ 3 വരും ഇവിടെ. 3 ആൻസർ ആയിട്ട് വരും. എന്ന് വെച്ചാൽ ഓപ്ഷൻ ഏതാണ്? 3 ഉള്ളത് എവിടെയാണ്? 1, 2 and 3. ഓക്കെ, ഇതാണ് വരും. ഓപ്ഷൻ സി ആണ് വരും കേട്ടോ. ഓപ്ഷൻ സി 1, 2 and 3 എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോകുന്നു. പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകും. ഇത് ഏത് നിയമവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് ചോദിച്ചത്. ബൈ റിപ്പീറ്റിംഗ് ദ പ്രോസസ് the relation between stimulus and response strengthens. Which law is related to this? ഏത് ലോ ആയിട്ടാണ് കണക്ട് ചെയ്യുന്നത്? സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്. ഫല നിയമം, ലോ ഓഫ് എഫക്റ്റ്. അഭ്യാസ നിയമം, ലോ ഓഫ് എക്സസൈസ്. അതുപോലെ തന്നെ പരിപൂർത്തി നിയമം, ലോ ഓഫ് ക്ലോഷർ. ഇവിടെ പറഞ്ഞതാണെന്ന് നോക്കിയാൽ പ്രക്രിയ, എന്തോ ഒരു കാര്യത്തെക്കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു പ്രക്രിയ ആവർത്തിക്കുന്നതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആവർത്തിക്കുന്നതിലൂടെ ചോദകവും പ്രതികരണവും തമ്മിലുള്ള ബന്ധം ദൃഢമാകുമെന്നാണ് പറഞ്ഞത്. ഇങ്ങനെ കണ്ട് ഒന്നും നിങ്ങൾ കൺഫ്യൂഷൻ അടിക്കേണ്ട, ഒന്നുമില്ല. നിങ്ങളിപ്പോൾ 10 ക്വസ്റ്റ്യൻ സൈക്കോളജി നിങ്ങൾ പഠിക്കുന്നു. ആ ഒരു 10 ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ട് ചിലതൊക്കെ നിങ്ങൾക്ക് അറിയാം, ചിലത് അറിയുന്നില്ല. നിങ്ങൾ അതൊക്കെ എഴുതി വെക്കുന്നു. തൊട്ടടുത്ത ദിവസം നിങ്ങൾ എന്ത് ചെയ്യുന്നു? വീണ്ടും അതൊന്ന് വായിച്ചു നോക്കുന്നു. എന്ന് വെച്ചാൽ ആ പ്രക്രിയ നിങ്ങൾ ആവർത്തിക്കുന്നു. ഒരു പ്രോസസ്സ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുവാണ് അല്ലേ? അതേ സാധനം നിങ്ങൾ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്ത് വായിക്കുന്നു.
അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ആ 10 ചോദ്യം ചിലപ്പോൾ 2-3 ഒഴികെ ബാക്കിയെല്ലാം കിട്ടിയിട്ടുണ്ടാവും. നെക്സ്റ്റ് ഡേ നിങ്ങൾ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നു, വായിച്ചു നോക്കുന്നു, ആ പ്രവർത്തനം വീണ്ടും നിങ്ങൾ എന്ത് ചെയ്യുന്നു, ആവർത്തിക്കുന്നു, കണ്ടിന്യൂ ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ആ പറഞ്ഞ കാര്യങ്ങൾ, ആ ചോദ്യം, അതിന് ഉത്തരം, കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവിടെ എന്താണ് ഫിക്സ് ആയിട്ട് കിട്ടും. നിങ്ങൾക്ക് അവിടെ കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കി പിന്നെ നിങ്ങളത് മറന്നു പോവില്ല. അത്രയേ ഉള്ളൂ. അത് ഇവിടെ വരുന്നത് എന്താണെന്ന് നോക്കിയേ. സന്നദ്ധ നിയമമാണോ, ഫല നിയമമാണോ, അഭ്യാസ നിയമമാണോ, പരിവൃത്തി നിയമമാണോ? ഒരു സംശയം വേണ്ട, അഭ്യാസ നിയമമാണ്. ലോ ഓഫ് എക്സസൈസ് ആണ്. എന്ന് വെച്ചാൽ പീരിയോഡിക് റിവിഷൻ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന കൃത്യമായിട്ടുള്ള പഠിച്ചു പോകുന്ന സിസ്റ്റമാറ്റിക് പഠനമൊക്കെ ഇതിൽ വരുന്നതാണ്, ഈ പറയുന്ന എക്സസൈസിൽ വരുന്നതാണ്. ലോ ഓഫ് എക്സസൈസ് അഥവാ അഭ്യാസ നിയമമാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അതുകൊണ്ട് അതിലൊന്നും ഒരു കൺഫ്യൂഷനും വേണ്ട. കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. സിമ്പിൾ ആണ്. അടുത്തത്, 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ മാനസിക വയസ്സ് 8 ആയിരുന്നാൽ അയാളുടെ ബുദ്ധിമാനം എത്രയായിരിക്കും? IQ എത്രയാണെന്നാണ് ചോദിച്ചത്. എ ചൈൽഡ് ഓഫ് 10-year-old ഹാസ് എ മെന്റൽ ഏജ് ഓഫ് 8. വാട്ട് വിൽ ബി ഹിസ് ഇന്റലിജന്റ് കോഷ്യന്റ് ഓർ IQ? ഓക്കെ, അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കൂടുതൽ ആളുകൾക്കും IQ കാണാനുള്ള ഒരു മെത്തേഡൊക്കെ അറിയാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ IQ കാണാൻ അറിയുന്നവരായതുകൊണ്ട് വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സിമ്പിൾ ആണ്. IQ കാണണമെങ്കിൽ അവിടെ നമുക്കൊരു ഫോർമുല ഉണ്ട്. ആ ഒരു ഫോർമുല നിങ്ങൾ ഫോളോ ചെയ്താൽ മതി, വളരെ സിമ്പിൾ ആയിട്ട് കിട്ടും. എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഇന്റലിജൻസ്. ഓക്കെ, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് IQ അഥവാ ഇന്റലിജൻസ് കോഷ്യന്റ് എന്ന് പറയുന്ന സാധനം ഇത്രയാണ്. അതിനൊരു ഫോർമുല ഉണ്ട്, അറിയാലോ. എന്താണ്? മെന്റൽ ഏജ് അഥവാ MA ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് അഥവാ CA into 100 എന്നാണ് ആ ഒരു ഫോർമുല. അത് നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ IQ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ഒന്നും കൂടി, മെന്റൽ ഏജ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്തായിരിക്കും മെന്റൽ ഏജ്? മാനസിക വയസ്സാണ് ഉദ്ദേശിക്കുന്നത്. മാനസിക വയസ്സ് അത് ഇവിടെ തന്നിട്ടുണ്ടാവും. ഇതാ കുട്ടിയുടെ മെന്റൽ ഏജ് ഓഫ് 8 എന്ന് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതാ മാനസിക വയസ്സ് 8 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ആ സാധനം തന്നെയാണ് ഇവിടുത്തെ മെന്റൽ ഏജ്. ഇനി ക്രോണോളജിക്കൽ ഏജ് അഥവാ CA എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരിക്കുള്ള വയസ്സ്. ഇപ്പം നിങ്ങൾക്ക് എത്രയാണോ വയസ്സ് അതന്നെ. ഇപ്പം നിങ്ങൾക്ക് ഒരു 20 വയസ്സാണെങ്കിൽ 20, അതാണ് നിങ്ങളുടെ ക്രോണോളജിക്കൽ ഏജ്. ഓക്കെ, പക്ഷേ 20 വയസ്സുള്ള ഒരാൾ ചിലപ്പോൾ എന്താണ് മെന്റൽ ഏജ് ചിലപ്പോൾ 20 ആവണമെന്നില്ല, ചിലപ്പോൾ 10 ആവും. 10 ചെറിയ കുട്ടികളുടെയൊക്കെ സ്വഭാവം കാണിക്കാറില്ലേ, അല്ലെങ്കിൽ വലിയ ആളുകളുടെ സ്വഭാവം. അപ്പോൾ മെന്റൽ ഏജ് അനുസരിച്ച് മാറ്റം വന്നേക്കാം. ക്രോണോളജിക്കൽ ഏജ് വെച്ചാൽ അത് തന്നെയാണ്. ഇപ്പം ഞാൻ 60 വയസ്സാണെങ്കിൽ 60, അതാണ് എൻ്റെ ക്രോണോളജിക്കൽ ഏജ്. ഓക്കെ, അത്രയേ ഉള്ളൂ. അത് ഇവിടെ തന്നിട്ടുണ്ട്, 10 വയസ്സുള്ള കുട്ടി. അപ്പോൾ അവിടെ ക്രോണോളജിക്കൽ ഏജ് അല്ലെങ്കിൽ കാലിക വയസ്സൊന്നും പറയേണ്ട കാര്യമില്ല. മലയാളം കാലിക വയസ്സെന്നാണ് പറയുക. ക്രോണോളജിക്കൽ ഏജ് മീൻസ് കാലിക വയസ്സ് എന്നൊക്കെ പറയാറുണ്ട്. കാലിക വയസ്സ് അല്ലെങ്കിൽ യഥാർത്ഥ വയസ്സ് എന്നൊക്കെ പറയും. ഓക്കെ, അപ്പോൾ അതാണ് ഈ ക്രോണോളജിക്കൽ ഏജ് അഥവാ CA. അത് നിങ്ങൾക്ക് ശരിക്കും എന്താണ് എടുത്തു പറയണമെന്നില്ല, 10 വയസ്സുള്ള കുട്ടി വെച്ചാൽ അത് തന്നെയാണ് സാധനം. അപ്പോൾ രണ്ടും തന്നിട്ടുണ്ട്. അത് വെച്ച് ജയിക്കുകയാണോ ഇല്ല, പണിയൊന്നുമില്ലല്ലോ, ഒന്നുമില്ല, നേരെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നോക്കിക്കോ, ഇതാ MA മെന്റൽ ഏജ് എത്ര തന്നത് നോക്കിയേ. മെന്റൽ ഏജ് ഓഫ് 8 ആണ് തന്നത്. 8 ഡിവൈഡഡ് ബൈ ക്രോണോളജിക്കൽ ഏജ് അഥവാ ശരിക്കുള്ള വയസ്സ് 10 ആണ്. സോ 10 ഞാൻ അതുപോലെ കൊടുത്തു into 100 എന്നാണ്. അത് നിങ്ങൾ ചെയ്താൽ മതി. ഇതിന് നിങ്ങൾക്ക് മാത്സ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക. 8 ഗുണിക്കണം 100 എന്നാണ് ഇതിന്റെ അർത്ഥം, ബൈ 10 എന്നാണ്. അതായത് 8 ഗുണിക്കണം 100 ബൈ 10 എന്നാണ് ഇതിന്റെ അർത്ഥം. ഈ 0 ഈ 0 കളയാം, ബാക്കി നിങ്ങൾക്ക് 80 ആണ് കിട്ടും. 8 ഗുണിക്കണം 10 80 എന്ന് കിട്ടും. അല്ലെങ്കിൽ 8 ഗുണിക്കണം 100 എന്ന് വെച്ചാൽ 800 ആണ്. 800നെ 10 കൊണ്ട് ഹരിച്ചാൽ 80 തന്നെയാണ് കിട്ടുക. അപ്പോൾ നമ്മുടെ ആൻസർ വരുന്നത് എന്താണ്? ഈ പറഞ്ഞ ആൻസർ 80 ആണ് ഇവിടെ IQ വരിക. ഇതുപോലെ IQ യുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് വർക്ക്ഔട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. നമുക്ക് എന്ത് ചെയ്യാം, കൂടുതൽ ഇത് മാത്രം വരുന്ന ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യാം. ഒരു 10-20 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് IQ യെ തിരിച്ചും മറിച്ചൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പഠിക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതീകാത്മക ഘട്ടം എന്നീ ഘട്ടങ്ങളിലൂടെയാണ് ആശയ രൂപീകരണം നടക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടത് ആര്? ഒന്നുമില്ല, സിമ്പിൾ ഇതാണ്. ഓക്കെ, ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ്, സിംബോളിക് സ്റ്റേജ് എന്നൊക്കെ പറഞ്ഞത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നേ ഉള്ളൂ. ദിസ് ഒപ്പീനിയൻ വാസ് പുട്ട് ഫോർവേഡ് ബൈ ആരാണ്? ആരുമായിട്ട് ബന്ധപ്പെട്ട ഒരു കൺസെപ്റ്റ്. ഓക്കെ, കൺസെപ്റ്റ് ഫോർമേഷൻ ടേക്സ് പ്ലേസ് ത്രൂ ഇനാക്റ്റീവ് സ്റ്റേജ്, ഐക്കോണിക് സ്റ്റേജ് ആൻഡ് സിംബോളിക് സ്റ്റേജ്. ഈ 3 സ്റ്റേജ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആളുടെ പേര് വരും. ആരാണ്? ഓപ്ഷൻ ഒന്നും ആവശ്യമില്ല, ജെറോമസ് ബ്രൂണർ ആണ് ആൻസർ. ഓക്കെ, ബ്രൂണർ എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അത് സിമ്പിൾ ആയിട്ടുള്ള ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് പറഞ്ഞു പോയത്. ഡയറക്റ്റ് ക്വസ്റ്റൻ ആയതുകൊണ്ടാണ്. അങ്ങനെ നമുക്ക് 23ാമത്തെ ക്വസ്റ്റിലേക്ക് വരാം. യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടുന്ന കുട്ടിയെ നോട്ട് ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതി കൊണ്ടുവരാനുള്ള അസൈൻമെന്റിൽ നിന്നും ടീച്ചർ ഒഴിവാക്കുന്നു. ഇത് ഏതിന് ഉദാഹരണമാണ്? കൃത്യമായിട്ട് മനസ്സിലാക്കണം. എ സ്റ്റുഡന്റ് ഗോട്ട് ഗുഡ് സ്കോർ ഇൻ യൂണിറ്റ് ടെസ്റ്റ്. ടീച്ചർ ഗിവ് എക്സംഷൻ ടു ദി സ്റ്റുഡന്റ് ഫ്രം റൈറ്റിംഗ് അസൈൻമെന്റ്സ് ഓഫ് കോപ്പിംഗ് ദി ലെസൺസ് ടു നോട്ട് ബുക്ക്. ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് ധനപ്രബലനം അഥവാ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ്, പ്രോത്സാഹനം അഥവാ ഇൻസെന്റീവ്, ശിക്ഷ പണിഷ്മെന്റ് അഥവാ അതുപോലെ തന്നെ ബഹുമതി അല്ലെങ്കിൽ റിവാർഡ്. ഇതിലേതാണ് വരിക? ഒന്നുമില്ല, ടീച്ചർ പറഞ്ഞത് എന്താണ്? യൂണിറ്റ് ടെസ്റ്റിൽ നല്ല സ്കോർ നേടിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യണ്ട? നോട്ട് ബുക്കിൽ പാഠഭാഗം പകർത്തി എഴുതി കൊണ്ടുവരാനുള്ള അസൈൻമെന്റ് നിന്ന് ഒഴിവാക്കി തരും. അങ്ങനെ പറഞ്ഞു. അത് നാളെ ഒരു ക്ലാസ് ടെസ്റ്റ് പറയുന്നു, എല്ലാവരും നന്നായിട്ട് പഠിക്കാൻ പറയുന്നു. അപ്പം നന്നായിട്ട് സ്കോർ ചെയ്യുന്ന ആളുകൾ എന്ത് ചെയ്യണ്ട? പിന്നീട് അടുത്ത ദിവസം വരുന്ന സമയത്ത് എന്ത് ചെയ്യണ്ട? ആ ഒരു പാഠഭാഗം വീണ്ടും പകർത്തി എഴുതി പഠിച്ചിട്ടൊന്നും വരേണ്ട കാര്യമില്ല. നിങ്ങൾ അങ്ങ് ഒഴിവാക്കി വിടും, ഫ്രീ ആയിട്ട് വിടും. ഓക്കെ, അതെന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? അതെന്തായാലും ശിക്ഷ എന്നല്ലല്ലോ, അല്ലെ? എന്താണ് ഫുൾ മാർക്ക് വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന പണികളൊക്കെ ഞാൻ കുറക്കും, ശിക്ഷ എന്നല്ലല്ലോ, ഒന്നുമല്ല. നോ ഡൗട്ട്, അതിൽ സംശയം ഒന്നും വേണ്ട. അത് പ്രബലനമാണ്, റീഇൻഫോഴ്സ്മെന്റ് ആണ്.
അങ്ങനെ ആ ഒരു റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുമ്പോൾ ആ കുട്ടി എന്തായിരിക്കും കൃത്യമായിട്ട് പഠിച്ചിട്ട് വരും എന്തിന് ആ ഒരു സാധനം ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇത് ആ പണി തരാതിരിക്കാൻ. അപ്പൊ ഇതാണ് ഇത് പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് അഥവാ ധനപ്രബലനം എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, നെക്സ്റ്റ്. വൈജ്ഞാനിക വികാസത്തിന്റെ വിവിധ ഘട്ടങ്ങളിലെ ഒരു ഘട്ടത്തിന്റെ സവിശേഷതകളാണ് ചുവടെ നൽകിയിരിക്കുന്നത്. The characteristics of a stage of cognitive development is given below. നോക്കാം. പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ അപഗ്രഥിക്കുന്നതിനും കഴിയുന്നു. അഥവാ can formulate hypothesis and analyze them. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു അല്ലെങ്കിൽ rationally solve abstract problems. ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ തന്നിട്ടുള്ളത്. ഏതാണ് ഈ വൈജ്ഞാനിക വികാസ ഘട്ടം എന്നാണ് ചോദിച്ചത്. which is the stage of cognitive development. രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അത് വെച്ചുകൊണ്ട് നിങ്ങൾ ഈ തന്നിരിക്കുന്ന ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് ചോദിച്ചത്. ആ പറഞ്ഞ ക്യാരക്ടറിസ്റ്റിക്സ് ഒന്ന് നോക്കുക. പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ അപഗ്രഥിക്കുന്നതിനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. ഇതാണ് ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ പരികൽപ്പനകൾ ഹൈപ്പോതെസിസ് ഒക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ട് അതിനൊക്കെ അനലൈസ് ചെയ്യാനൊക്കെ ഒരു കുട്ടി പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയജാല ഘട്ടമാണ്. ജനിച്ചു വീണാടുള്ള കുട്ടി എന്താ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമോ? ഒരിക്കലും ഇല്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അതെന്താണ് പിയാഷയുടെ ഏറ്റവും 4th സ്റ്റേജ് ആണ്, ഏറ്റവും ലാസ്റ്റ് സ്റ്റേജിൽ വരുന്ന ഒരു ഭാഗമാണിത്. ആൻസർ വരുന്നത് ഔപചാരിക മനോവ്യാപാര ഘട്ടം അഥവാ ഫോർമൽ ഓപ്പറേഷൻ സ്റ്റേജിലാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഈ സവിശേഷതകളെ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നെക്സ്റ്റ് 25th ക്വസ്റ്റ്യൻ നമ്പർ ആണ് 25th. ഓക്കെ, ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണ നിയമം അഥവാ RPWD ആക്ട് 2016 പ്രകാരം എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റിലുള്ളത്? നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ് ചെയ്തിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നിയമങ്ങളൊക്കെ ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഈ ഒരു കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. How many disabilities are included in the list as per right of persons with disabilities? RPWD ആക്ട് 2016 പ്രകാരം 7 എണ്ണം, 21 എണ്ണം, 20 എണ്ണം, 23 എണ്ണം. എത്ര വൈകല്യങ്ങളാണ് ഈ ഒരു RPWD ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? 2016 RPWD ആക്ടിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെന്നാണ് ചോദിച്ചത്. അപ്പോൾ PWD ആക്ട് എന്ന് പറയുന്നത് 1995 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത് RPWD ആക്ട് പിന്നീട് റിവൈസ് ചെയ്തു വന്നതാണ്. അപ്പൊ അത് എന്താണ്? അതിൽ 2016 അതിന്റെ വർഷം എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കും. അപ്പൊ ഇത് മാത്രമായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. അപ്പൊ ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും അറിയാത്തവരുണ്ടെങ്കിൽ. അപ്പൊ അത് പ്രകാരം എത്ര വൈകല്യങ്ങളാണ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ചോദിച്ചത് അല്ലേ? ആൻസർ സംശയം ഒന്നും വേണ്ട. എത്ര വരിക? 21 എണ്ണമാണ് കേട്ടോ ഇത് തന്നിരിക്കുന്നത്. 21 ഓപ്ഷൻ ബി ആണ്. 21 എന്നതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. വളരെ എളുപ്പത്തിലാണ്. വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഞാൻ അങ്ങനെ പോസ് ചെയ്ത് നമ്മൾ അധികം സ്ലോ ആക്കാത്തതിന്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇത് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ, ലൈവ് അല്ലല്ലോ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. നിങ്ങൾക്കത് പോസ് ചെയ്തിട്ട് നോട്ട്സ് ഒക്കെ തയ്യാറാക്കിയിട്ട് പിന്നെ വീണ്ടും പ്ലേ ചെയ്തിട്ടൊക്കെ മുന്നോട്ട് പോകാം. ഓക്കെ, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. നെക്സ്റ്റ്, അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ വിവിധ തലങ്ങളാണ് ജൈവികാവശ്യങ്ങൾ, സുരക്ഷിതത്വം, ആദരിക്കപ്പെടുക, സ്നേഹിക്കപ്പെടുക. ഇവയുടെ താഴ്ന്ന തലത്തിൽ നിന്നും ഉയർന്ന തലത്തിലേക്കുള്ള ക്രമം എന്ത് എന്നാണ് ചോദിച്ചത്. The different stages in hierarchy of needs proposed by Abraham Maslow are physiological needs, safety needs, esteem needs, and love needs. The order of these needs from lower level to higher level is. അപ്പോൾ അത് ഏറ്റവും താഴെ തട്ടിൽ നിന്ന് മുകളിലേക്ക് വരുന്ന ഓർഡറിൽ ഇതിനെ ക്രമപ്പെടുത്താനാണ് പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലതാ, നിങ്ങൾ ഹയറാർക്കി പഠിച്ച ഇങ്ങനെ ആയിരിക്കും, ഒരു ട്രയാങ്കുലർ ഷേപ്പിലല്ല, പിരമിഡൽ ഷേപ്പിൽ. അപ്പോൾ ഏറ്റവും താഴെ തട്ട് വെച്ച് തന്നെ ഈ ഒരു ഡയറക്ഷനിൽ ഏറ്റവും താഴെ നിന്ന് മേലോട്ട് ഇങ്ങനെ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഈ തന്ന 4 എണ്ണത്തിൽ എന്താണ് ഏറ്റവും താഴെ ഏതാണ് വരിക, അതിന്റെ മേലെ ഏതാണ് വരിക, അങ്ങനെയാണ് നിങ്ങൾ പറയേണ്ടു. കണ്ടാൽ തന്നെ മനസ്സിലാവും. ജൈവിക ആവശ്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്, കേട്ട് പഠിച്ച് തഴഞ്ഞ കാര്യങ്ങളായിരിക്കും ഇതൊക്കെ. അറിയാത്തവരുണ്ട് നിങ്ങൾ നിർബന്ധമായിട്ട് എന്തായാലും പഠിക്കണം. ഇതൊക്കെ നമ്മൾ ടോപ്പിക്ക് ചെയ്തതാണ്. ഓക്കെ, ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറയുന്നില്ല ടോപ്പിക്കുകൾ. നമ്മൾ ആ ഒരു ടോപ്പിക് വൈസ് ക്ലാസ് നിങ്ങൾ എന്തായാലും ഒരു ദിവസം 2 or 3 വെച്ച് ടോപ്പിക്ക് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കണം. ഓക്കെ, ക്ലിയർ. അപ്പോൾ അബ്രഹാം മാസ്ലോയുടെ ആവശ്യങ്ങളുടെ ശ്രേണിയിലെ വിവിധ തരങ്ങളെ ഇതിൽ നമുക്ക് ഏറ്റവും ഫസ്റ്റ് വരുന്നത് എന്താണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ആണ് തന്നിരിക്കുന്നത്. ഓക്കെ, ഫിസിയോളജിക്കൽ നീഡ്സ് അഥവാ ജൈവിക ആവശ്യങ്ങൾ എന്നുള്ളതാണ് ഒന്നാമത് വരിക. ഇത് തന്നെയാണ് ഫസ്റ്റ് വരിക. നമുക്ക് അങ്ങനെ എഴുതാം. ഫസ്റ്റ് ഇതാണ് വരിക. ഫസ്റ്റ് അത് തന്നെയാണ് വരിക. ക്ലിയർ. അപ്പോൾ നമുക്കിതാ ഒന്നാമത്തെ കിട്ടി. ഒന്നാമത് ഇവിടെ വരിക. അടുത്ത നിങ്ങൾ നോക്കുക, സുരക്ഷിതത്വമാണോ, ആദരിക്കപ്പെടുവാണോ, സ്നേഹിക്കപ്പെടുവാണോ അല്ല. ഓക്കെ, അതിലേതാണ് വരുക എന്നുള്ളത് നോക്കുക. നിങ്ങളത് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും ടോപ്പിൽ എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ ആണ്. അല്ലെങ്കിൽ അത് തൊട്ട് അടുത്തൊരു സേഫ്റ്റി നീഡ്, എസ്റ്റീം കാര്യങ്ങളൊക്കെയാണ് വരിക അല്ലെ? എസ്റ്റീം ഒക്കെയാണ് വരിക. ആദരിക്കപ്പെടുക എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഏറ്റവും ടോപ്പിലേക്കാണ് വരിക. അത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പെട്ടെന്ന് മനസ്സിലേക്ക് എത്താൻ പറ്റും. കാരണം ബാക്കിയൊന്നും അറിയണമെന്നില്ല. ആദ്യത്തെ ഒരു അവസാനത്തൊക്കെ കിട്ടിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓപ്ഷനിൽ കണക്ട് ചെയ്യാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുക രണ്ടാമത് വരുന്ന കാര്യം. രണ്ടാമത് വരുന്നത് ഏതാണെന്നുള്ളത് കാര്യം മനസ്സിലാക്കി നോക്കുക. ഏതാണ് വരിക? സുരക്ഷിതത്വമാണ് വരിക അല്ലെ? രണ്ടാമത് വരുന്ന സേഫ്റ്റി ആണ്, സുരക്ഷിതത്വമാണ് വരിക. പിന്നെ മൂന്നാമത് വരുന്നത് ഏതാണ്? സ്നേഹിക്കപ്പെടുക എന്നുള്ളതാണ് വരിക. അതായത് നമ്പർ 4 ആണ് നമുക്ക് ഇവിടെ തേർഡ് പൊസിഷനിൽ വരിക. സ്നേഹിക്കപ്പെടുക, ലവ് നീഡ്സ് ആണ് വരിക. പിന്നെയാണ് ഏത് വരിക? തേർഡ് തന്നിരിക്കുന്ന ആദരിക്കപ്പെടുക അല്ലെങ്കിൽ എസ്റ്റീം നീഡ് വരിക. എന്ന് വെച്ചാൽ 1, 2, 4, 3 ആണ് നമ്മുടെ ആൻസർ. ഓപ്ഷൻ നോക്കുക. 1, 2, 4, 3 എവിടെയുള്ളത് നോക്കിയതാ. 1, 2, 4, 3 ഓപ്ഷൻ സി ആണ്. 1, 2,
4 3 1 2 4 3 ആണ് ആൻസർ. ക്ലിയർ? ഇനി നിങ്ങൾക്ക് ഇതൊന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് വെച്ചാൽ എന്തായാലും ഫിസിയോളജിക്കൽ നീഡ്സ് നിർബന്ധമായിട്ട് പഠിക്കണം. ഇത് ഒരുപാട് പ്രീവിയസ് ക്വസ്റ്റൻ ഒക്കെ സോൾവ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട് ഇത്. ഓക്കെ, ഫസ്റ്റ് വരുന്നത്. അപ്പോൾ ഫിസിയോളജിക്കൽ നീഡ്സ് കൃത്യമായിട്ടൊന്ന് മനസ്സിലാക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലാസ്റ്റ് എന്തായാലും സെൽഫ് ആക്ച്വലൈസേഷൻ ആണ് ഏറ്റവും ടോപ്പ് ലെവലിൽ വരുന്നത്. അതിൻ്റെ കൂടെ തന്നെയാണ് ഈ പറഞ്ഞ എസ്റ്റീം നീഡ് ഒക്കെ വരുന്നത്. അതാണ് ഏറ്റവും ലാസ്റ്റ് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. അല്ലേ? അല്ലെങ്കിൽ ഈ ഓർഡർ തന്നെ പഠിക്കുക. എന്തായാലും നിങ്ങൾ ആ നിയമം പഠിച്ചിരിക്കണം. ആ റൂൾ തിയറി നിങ്ങൾ നിർബന്ധമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ പിന്നെ ഇതിലൊന്നും വലിയ കൺഫ്യൂഷൻ വരുന്നില്ല. അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റൻ ആണ് ഇതിലൊക്കെ വരിക. അടുത്തത്, ഗസ്റ്റാൾട്ട് പഠന നിയമങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് നോട്ട് എ ഗസ്റ്റാൾട്ട് ഓഫ് ലേണിംഗ്? ഗസ്റ്റാൾട്ട് തിയറി ഓഫ് ലേണിംഗ് ഏതാണ് വരിക? അതിൽ ഉൾപ്പെടാത്തതാണ് സാദൃശ്യ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി, സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി, പരിപൂർത്തി നിയമം, ലോ ഓഫ് ക്ലോഷർ, അതുപോലെ തന്നെ സന്നദ്ധതാ നിയമം, ലോ ഓഫ് റെഡിനെസ്. ഈ പിന്നെ ഗസ്റ്റാൾട്ട് നിയമങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏറ്റവും ലാസ്റ്റ് കഴിഞ്ഞ എക്സാമിന് പോലും വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുവാണ്. നിർബന്ധമായിട്ട് പഠിക്കണം. ഒന്നും പേടിക്കേണ്ട, ഇതൊക്കെ നമ്മൾ ടോപ്പിക് വൈസ് ചെയ്തതാണ്, ക്ലാസ്സിലുണ്ട്. ഓക്കെ, ഞാൻ അതിൻ്റെ ലിങ്ക് ഇതിൻ്റെ ലാസ്റ്റ് വീഡിയോ ഒക്കെ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ ഉൾപ്പെടുത്തിയതാണ് ലോ ഓഫ് സിമിലാരിറ്റി, ലോ ഓഫ് പ്രോക്സിമിറ്റി, ലോ ഓഫ് ക്ലോഷർ ഒക്കെ അതിൽ വരുന്നതാണ്. പക്ഷേ ലോ ഓഫ് റെഡിനെസ് അതിൽ വരുന്നില്ല. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ലോ ഓഫ് റെഡിനെസ് അതിൽ വരുന്നില്ല. ലോ ഓഫ് എഫക്റ്റ്, ലോ ഓഫ് റെഡിനെസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ സന്നദ്ധതാ നിയമമാണ് ഇതിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നത് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അങ്ങനെ നമ്മൾ പോകുന്നു. നെക്സ്റ്റ്, ക്രമവിരുദ്ധമായോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാവുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ഡാഷ്. The disorder arises due to abnormal or less production of hemoglobin is. ഏതാണ് വരിക? അബ്നോർമൽ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പിന്നെ ലെസ് പ്രൊഡക്ഷൻ ഓഫ് ഹീമോഗ്ലോബിൻ, അത് കാരണം ഉണ്ടാകുന്ന രോഗം ഏതെന്നാണ്? ഹീമോഫീലിയ, അരിവാൾ രോഗം അഥവാ സിക്കിൾ സെൽ ഡിസീസ്, പാർക്കിൻസൺസ് രോഗം, പാർക്കിൻസൺസ് ഡിസീസ്, അതുപോലെ തന്നെ തലാസീമിയ. അപ്പോൾ ഈ പറഞ്ഞതിൽ ഏതാണ് ഈ ഒരു കാരണങ്ങളും കൊണ്ട് വരുന്ന രോഗം എന്നുള്ളത്? ക്രമവിരുദ്ധമായോ കുറഞ്ഞ അളവിലോ ഹീമോഗ്ലോബിൻ ഉണ്ടാകുന്നത് മൂലമുണ്ടാകുന്ന രോഗമാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ നമുക്ക് പറയാൻ പറ്റും. ഏതാണ്? തലാസീമിയ ആണ് കേട്ടോ. തലാസീമിയ. ഓക്കെ, അടുത്തത്. അപ്പോൾ ഇത് പറയുമ്പോൾ നിങ്ങൾ ബയോളജിക്കലിയും ഇവിടെ സൈക്കോളജിയുടെ ക്വസ്റ്റ്യൻ വരും. അതിൽ നിങ്ങൾ കൂടുതലായിട്ട് പഠിക്കേണ്ട ഹ്യൂമൻ ബോഡിനെ കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കുക, നല്ലതായിരിക്കും. അതിൽ കൂടുതലും ബ്രെയിനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിക്കേണ്ടത്. ഒക്കെ ബ്രെയിനൊക്കെ ബന്ധപ്പെട്ട് എപ്പോഴും വരാറുണ്ട്. സെറിബെല്ലൊക്കെ ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്നും എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്നാണ് എന്നാണ് ചോദിച്ചത്. The extent and intensity of characteristics of a person can be better obtained from. എങ്ങനെയാണ് കിട്ടുക? ചെക്ക് ലിസ്റ്റിലൂടെയാണോ, റേറ്റിംഗ് സ്കെയിലൂടെയാണോ, അഭിപ്രായ സർവേയിലൂടെയാണോ, അല്ല അഭിമുഖത്തിലൂടെയാണോ? ഏത് വഴിയാണ് നമുക്ക് കൂടുതലായിട്ട് കിട്ടുക? ഒരു വ്യക്തിയുടെ സവിശേഷതകൾ എത്രമാത്രം ഉണ്ടെന്ന് എത്ര തീവ്രതയിലുണ്ടെന്നും നന്നായി ലഭിക്കുന്നത് ഏതിൽ നിന്നാണെന്നാണ് ചോദിച്ചത്. അല്ലേ? ഏതിൽ നിന്നാണ് നമുക്ക് ലഭിക്കുക? ചെക്ക് ലിസ്റ്റ്, റേറ്റിംഗ് സ്കെയിൽ, അഭിപ്രായ സർവേ. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ വ്യക്തിയുടെ സവിശേഷത എത്രമാത്രം ഉണ്ടെന്നും അതിൻ്റെ കൂടെ എത്ര തീവ്രതയിൽ ഉണ്ടെന്നും ഒക്കെ മനസ്സിലാക്കി, അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നത് റേറ്റിംഗ് സ്കെയിൽ വെച്ചിട്ടാണ് കേട്ടോ കിട്ടുക. റേറ്റിംഗ് സ്കെയിലാണ് നമ്മൾ റേറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇത്ര നിങ്ങളിപ്പോൾ 5 സ്റ്റാർ റേറ്റ് ഒരു സാധനമൊക്കെ പ്രൊഡക്റ്റ് ഒക്കെ നിങ്ങൾ പർച്ചേസ് ചെയ്താൽ പിന്നീട് വരാറില്ലേ നിങ്ങൾ അതിനെ റേറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട്? അല്ലെ? 3 സ്റ്റാർ അല്ലെങ്കിൽ 4 സ്റ്റാർ അല്ലെങ്കിൽ 5 സ്റ്റാർ. അപ്പോൾ അതെന്താണ്? എത്രത്തോളം അതിൻ്റെ ക്വാളിറ്റി ഉണ്ടോ, എത്രത്തോളം അധികം ക്വാളിറ്റി ഉണ്ടോ, അതിനനുസരിച്ചായിരിക്കും നിങ്ങൾ എത്ര കുറവാണോ എത്ര കൂടുതലാണോ എന്നൊക്കെ മനസ്സിലാക്കിയിട്ടാണ് നിങ്ങൾ റേറ്റിംഗ് കൊടുക്കുക. അതിനാണ് ഈ സാധനം റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അതിനാണ് ഇവിടെ ആൻസർ ആയിട്ട് വരിക. അങ്ങനെ നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റിലേക്ക് വരുവാണ്. അംഗീകാരം, അധികാരം, നേട്ടം എന്നിവയ്ക്കായുള്ള മനുഷ്യന്റെ ആവശ്യകത അഭിപ്രേരണയുമായി ബന്ധപ്പെടുത്തിയ ശാസ്ത്രജ്ഞന്റെ പേര് എന്താണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. അതിൽ തന്നെ ഉണ്ട് ആൻസർ. നെയിം ഓഫ് ദ സൈക്കോളജിസ്റ്റ് ഹു റിലേറ്റഡ് നീഡ് ഫോർ അഫിലിയേഷൻ, നീഡ് ഫോർ പവർ ആൻഡ് അച്ചീവ്മെന്റ് വിത്ത് മോട്ടിവേഷൻ ഈസ്. ഏതാണ്? അച്ചീവ്മെന്റ്, മോട്ടിവേഷൻ കേൾക്കുമ്പോൾ തന്നെ ആൻസറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ബ്രൂണർ, മെക്ലെലൻഡ്, വൈഗോസ്കി, ഒസബൽ. ആരാണ് വരിക? അച്ചീവ്മെന്റ്, മോട്ടിവേഷൻ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. ആൻസർ മെക്ലെലൻഡ് ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഓപ്ഷൻ ബി ആണ്, മെക്ലെലൻഡ് എന്നുള്ളതാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഇന്നും നമ്മൾ എന്തിനാണ് ചെയ്തത്? 15 ചോദ്യങ്ങളാണ് ചർച്ച ചെയ്തിരിക്കുന്നത്. 15 എണ്ണത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം ചെയ്യാൻ പറ്റിയിട്ടുണ്ട് വെറുതെ നിങ്ങളൊന്ന് കമന്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ചിലപ്പോൾ 2 3 ഒക്കെ കിട്ടിയവരുണ്ടാവും, ഒരു പ്രശ്നവുമില്ല. അത് പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 15 ഒക്കെ ആക്കി മാറ്റാൻ പറ്റും നിങ്ങൾക്ക് പിന്നീട്. മനസ്സിലായില്ലേ? അതിനനുസരിച്ച് കൂട്ടാം. അപ്പോൾ ഇപ്പോൾ എത്രയാവട്ടെ, നമുക്ക് അവസാനം ആകുമ്പോഴേക്കും കൂടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിനനുസരിച്ച് നിങ്ങൾ എത്രയെന്ന് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കൃത്യമായിട്ട് കമന്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ കൃത്യമായിട്ട് എന്ത് ചെയ്യണം? ഒരുപാട് ക്വസ്റ്റ്യൻ നിങ്ങൾ ടോപ്പിക്ക് മാത്രം പഠിച്ചാൽ പറയാം, ക്വസ്റ്റ്യൻസ് ഒരുപാട് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ വർക്കൗട്ട് ചെയ്താകുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക? ഓരോ ഭാഗത്ത് നമുക്ക് കൃത്യമായിട്ടുള്ള സ്കോറിങ്ങിലേക്ക് എത്താൻ പറ്റും. എല്ലാ സബ്ജക്റ്റും പഠിക്കണം. നമ്മളെ പ്ലേലിസ്റ്റ് നിങ്ങളൊന്ന് ജസ്റ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് നോക്കിയാൽ തന്നെ മതി, സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ അവിടെയുണ്ട്. ഇനി PDF ആയിട്ട് ഇത് വായിച്ച് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അത് പർച്ചേസ് ചെയ്യാം. സൈക്കോളജിയുടെ മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻസ് വേറെ തന്നെയുണ്ട്, അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻസ് വേറെ തന്നെയുണ്ട്. 1000 ക്വസ്റ്റ്യൻ ഉണ്ടാവും, 1000-ലധികം ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക നമ്മുടെ PDF ൽ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് പെയ്ഡ് മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ്
വിൻഡോയിൽ കാണിക്കുന്ന ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി, റീപ്ലൈ അവർ തരും. ഓക്കെ. അതുപോലെ മലയാള സബ്ജക്റ്റ് ഉണ്ടല്ലോ, ലാംഗ്വേജ് 1, ലാംഗ്വേജ് 2, ഫസ്റ്റ് ലാംഗ്വേജ്, സെക്കൻഡ് ലാംഗ്വേജ്, എല്ലാ കാറ്റഗറിക്കും അതിനൊക്കെ വേണ്ടത് നമ്മൾ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്കത് ഉപയോഗിക്കാം. ഓക്കെ. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം. അടുത്ത സെഷനിൽ കാണാം. താങ്ക് യു.